നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതുപോലുള്ള നിന്റെ അഭ്യാസ പ്രകടനമൊന്നും വേണ്ട കേട്ടോ. അയ്യോ അങ്കിളെ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കല്യാണം കഴിഞ്ഞതോടെ ഞാൻ അങ്ങ് ഒതുങ്ങിപ്പോയി അങ്കിളെ. അമ്മാതിരി ഒരു മുതലിനെയല്ലേ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടെ എനിക്ക് കണ്ടുപിടിച്ചു തന്നത്. ഹോ, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ എനിക്ക് സമയമില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹമുള്ള നിങ്ങളെ പോലും കാണാൻ എനിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. ആ ശരി, നീ പോയി എവിടെയാണ് നിൽക്കാൻ നോക്കുമ്പോ. ശരി. ശാരികെ വന്നേ. വിഷ്ണുട്ടൻ എന്തേലും പറഞ്ഞോ? പേരും കള്ളിന്ന് വിളിച്ച് നിന്നെ തന്നെ അടി. ആ, ഞാനാണോ പെരുങ്കള്ളി? അതോ ഈ ഇരിക്കുന്നവളോ? ഗർഭമില്ലാതെ സീമന്ത ചടങ്ങ് നടത്തുന്നതേ നിങ്ങളുടെ ഭാര്യ. ഭാമേ, ചടങ്ങ് എടുക്കട്ടെ. മോളെ ശരിയേ, നീ വന്നേ, വാ വാ. നിക്ക്. സുസ്മിതേ, ആന്റി വിളിക്കുന്ന എനിക്ക് അറിയായിരുന്നു. എന്താ ആന്റി? എന്താ നീ പറഞ്ഞത്? ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പോവായിരുന്നു ആന്റി. വിഷ്ണുവേട്ടൻ എന്നെ പ്രകോപിപ്പിച്ചോണ്ടാ ഞാൻ. എന്താ നീ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചേ. വിഷ്ണുവേട്ടൻ എന്നെ പെരുങ്കള്ളിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനിയാ പെരുങ്കള്ളിന്ന്. അതിനിടയിൽ നീ വേറെന്തോ പറഞ്ഞു. ഭാമേ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇവിടെ ഇപ്പൊ ചടങ്ങ് എടുക്കട്ടെ. ഇപ്പോ അതറിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യമുള്ള രാഘവേട്ട. പറഞ്ഞല്ലോ ആന്റി, ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നിന്നോട് പറയാനാ ഞാൻ പറഞ്ഞത്. പ്രഗ്നന്റ് അല്ലാതിരുന്നിട്ടും പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് സീമന്തം നടത്തുന്നവളേക്കാ പെരുങ്കള്ളി ആരാണെന്നാ ഞാൻ ചോദിച്ചേ. ആരാടി ഇവിടെ പ്രഗ്നന്റ് അല്ലാതെ സീമന്തം നടത്തുന്നേ? ആന്റിയുടെ മരുമകള് ശാലിനി തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.